ഭാര്യയിൽ യൂദയും ഫിലിപ്പിനും ഉണ്ടായ വ്യാജ സന്തതി ജാരസന്തതി. ഈ ജാരസന്തതിയെ മറച്ചു വെക്കാൻ വേണ്ടി എന്നെ മാനസിക രോഗിയാക്കി എൻ്റെ മോനെ അനധികൃതമായിട്ട് ഉപദ്രവിക്കുവാനും ഒക്കെ കാരണമായി എന്നെ വധിക്കുവാനുമൊക്കെ സംഘടിത ശ്രമം നടത്തിയിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പെങ്ങാമാരെയും ഒക്കെ വ്യാജ പിടിപ്പിച്ച് വാങ്ങിച്ചിട്ട് ഇയാൾ എൻ്റെ ജാതിപരമായിട്ട് അധിക്ഷേപിക്കുകയും എന്നെ ഇയാളുടെ ഭാര്യയെ ഉപയോഗിച്ച് ഈ വേറെ പ്രദീപ് റാണയെന്നും ഒക്കെ വ്യാജ ഐഡിയിൽ എന്നെ മാനസിക രോഗിയായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ജില്ലാ മെഡിക്കൽ ഓഫീസർ നേരിട്ട് എന്നെ വിളിച്ചിട്ട് ഇത് എനിക്ക് ഈ മാനസിക രോഗമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. ഞാനൊരു ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫാണ്. ഇത് അന്വേഷിക്കണം. ഉദയം ഫിലിപ്പിന് ഇങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇയാൾക്ക് ഒരു ജാരസന്തതി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഭാര്യ ദേവിയാണ് അങ്ങനെയുള്ളത്. പിന്നെ ഒരു ദയെന്നുണ്ട്. ഇയാളൊരു വേട സമുദായത്തിലുള്ള അയാളുടെ ജാതി മറയ്ക്കാനും വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ. അതുപോലെ ഉദയം ഫിലിപ്പിൻ്റെ മോനും വിദ്യാഭ്യാസപരമായ കുറവുകളുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയൊന്നും പറഞ്ഞ് എഴുത്തും വായനയൊന്നും കിട്ടണമെന്നില്ല. അതിന് ഇയാൾ കുറേ ഇതുണ്ട്. ഞങ്ങളാരും ഇനിയും മുണ്ടിയപ്പള്ളിയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്ക് സമ്പത്തും വേണ്ട. ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് പോവാം. ഉദയം ഫിലിപ്പോ ആണ്ടിയരേനോ അല്ലെങ്കിൽ ദേവി ഗീത പറഞ്ഞു ഞാൻ ധീവര സമുദായത്തിൽ തന്നെയാണ്. പക്ഷെ മറ്റത് ഞങ്ങൾക്ക് പ്രാബല്യത്തിൽ കിട്ടണമെന്ന് അത് ഉള്ളതാണ് കാരണം. അങ്ങനെ ഇരിക്കെ ചെയ്ത് ഇയാൾ മറ്റുള്ളവരെ കൂടെ ഉപദ്രവിക്കാനുള്ള പരിപാടി, ഇയാളുടെ തെറ്റുകൾ മറച്ചു വെക്കുവാനും ഇയാൾക്ക് ഈ ബാങ്കിലായിരുന്നു. ഇയാൾ അതിനെ ഇരട്ടി സമ്പാദിച്ചിട്ടുണ്ട്. സമ്പാദിച്ചത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റൂടെ അന്വേഷിക്കട്ടെ. ഇയാൾ എണ്ണത്തിന് ബാക്കിയുള്ളവരെ വധിക്കാനും ഗുണ്ടായിസം നടത്താനും ഒക്കെ ഇയാൾ ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യാനും ഒന്നും ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. ഞാൻ ആരുടെയും തട്ടിപ്പറിക്കാനോ കുത്തിപ്പറിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ ഈ ജാരസന്ധിതയെ മറച്ചു വെക്കാനാണ് 20 വയസ്സ് വരെ. എന്നാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണ്ടേ, ഒന്നും ഏൽപ്പിക്കാതെ ഇയാൾ ഈ ഭീഷണി മുഴക്കി ഇങ്ങനെ ഇവരും കൂടെ ഭീഷണി മുഴക്കി എന്നെ മാനസികപരമായി തകർക്കാൻ നോക്കിയാണ്. ഇയാൾക്കെതിരെ ഈ പ്രതാപനെയും ജ്യോതിപ്രസാദിനെയും അതുപോലെ തന്നെ ഗീതയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ഇതുപോലെ ഒത്തിരി ആണുങ്ങൾക്ക് പറ്റുന്ന ഒരു കേസാണ്. വല്ലവനും ആയിട്ട് ബന്ധം ഉണ്ടായേച്ച് പിന്നീട് അവസാനം മറ്റുള്ളവരെ മാനസികപരമായി പീഡിപ്പിക്കുന്നു. അടിയന്തരമായിട്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യും.